അപകടത്തിന്റെ വ്യാപ്തമറിയണമെങ്കിൽ ഈ ആകാശ ദൃശ്യം തന്നെ കാണണം. വണ്ണപ്പുറം ചേലച്ചൂട് റോഡില് കമ്പേക്കാനം വെല്ലുവളവില് വളരെ അപകടകരമായ രീതിയിൽ മണ്ണിടിഞ്ഞ് ഒഴുകി പോയിരിക്കുകയാണ്. ഇതിലെ പോകുന്ന വാഹനങ്ങൾ ഹൈറേഞ്ചിലേക്കുള്ള വാഹനങ്ങളും ടൗണിലേക്ക് പോകുന്ന വാഹനങ്ങളും അത്യാവശ്യമുള്ള വാഹനങ്ങൾ മാത്രം നമ്മുടെ ഈ വണ്ണപ്പുറം ചേലച്ചൂട് റോഡിൽ പാസ് ചെയ്യേണ്ടതാണ്. അല്ലാത്ത വാഹനങ്ങളൊന്നും തന്നെ ഇതിൽ വരരുത്. കോട്ടപ്പാറ കൂടി മുള്ളരിങ്ങാട് വന്ന് വെള്ളക്കയം വെൺമണി പാസ് ചെയ്ത് ചേലച്ചൂടിലേക്ക് പോകേണ്ടതാണ്. ഇവിടെ ഇപ്പോൾ ഭാരമുള്ള വാഹനങ്ങൾ വളരെ കുറച്ച് വാഹനങ്ങൾ മാത്രമാണ് നമുക്കിവിടെ കടത്തിവിടാൻ സാധിക്കത്തുള്ളൂ. അതുപോലെ തന്നെ സംരക്ഷണ ഭിത്തി ഇല്ലാത്തതിന്റെ പ്രശ്നങ്ങളാണ് നമുക്കിവിടെ കൂടുതലും ഉള്ളത്. വണ്ണപ്പുറത്ത് നിന്ന് ചേലച്ചൂടിൽ നിന്ന് വെൺമണി ബ്ലാത്തിക്കോല വരെയുള്ള റോഡിന് രണ്ട് സൈഡും സംരക്ഷണ ഭിത്തി നിർമ്മിച്ചാണ് റോഡ് 2003 റോഡ് ഉദ്ഘാടനം ചെയ്യുമ്പോൾ പണിതിരുന്നത്. എന്നാൽ നമുക്ക് ഈ കമ്പേക്കാനം ഭാഗത്തേക്ക് ഇത്തരം സംവിധാനങ്ങൾ ചെയ്തിട്ടില്ല. അപ്പൊ അതിന്റെ പരിണത ഫലമാണ് 23ഓളം വർഷം ഭാരം ഉള്ള വാഹനങ്ങളെല്ലാം നിരന്തരം പാസ് ചെയ്തിട്ടാണ് ഇതുപോലെ ഇങ്ങനെ മണ്ണിടിച്ചിലുണ്ടാകാനുള്ള സാധ്യത ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അത്തരം കാര്യങ്ങളിലെല്ലാം അധികൃതർ വളരെ ഉത്തരവാദിത്തപൂർവ്വം വളരെ പെട്ടെന്ന് തന്നെ ഇതിനുള്ള തീരുമാനങ്ങൾ എടുത്ത് നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിക്കേണ്ടതാണ്. ആളുകൾ, ജനങ്ങൾ ഈ ഒരു സർക്കാരിന്റെ ഉത്തരവും അതോടൊപ്പം തന്നെ ഈ ഒരു സംവിധാനത്തോട് നിയന്ത്രണത്തിന് പരമാവധി സഹകരിക്കണമെന്നും അഭ്യർത്ഥിച്ചുകൊള്ളുന്നു. ഈ ഒരു ഭാഗം ഫുള്ള് അള്ളച്ചിരിക്കോട്ടെ, അതിനുള്ളിലേക്ക് മൊത്തം ഇതാണ് അവസ്ഥ. അപകടങ്ങൾ ഉണ്ടായിട്ട് വിഷമിക്കുന്നതിലും ഭേദമാണ് അപകടങ്ങൾ ഉണ്ടാകാതെ മുൻകരുതലെടുക്കുന്നത്. ഈ പ്രദേശവാസികൾക്കും എമർജൻസി ആയിട്ടുള്ള വാഹനങ്ങൾ കടന്നു പോകാൻ വേണ്ടി മാത്രമാണ് ഇപ്പോൾ ഈ റോഡ് തുറന്നു കൊടുത്തിട്ടുള്ളത്. ചേലച്ചോട് കഞ്ഞിക്കുഴി ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ വണ്ണപ്പുറത്തു നിന്നും മുള്ളരിങ്ങാടി വഴി തിരിഞ്ഞു പോകുവാനും, അതുപോലെ തന്നെ ചേലച്ചോടിൽ നിന്നും വണ്ണപ്പുറം ദിശയിലേക്ക് തിരിച്ചു വരുന്ന വാഹനങ്ങൾ വെൺമണിയിൽ നിന്നും തിരിഞ്ഞ് മുള്ളരിങ്ങാട് വഴി വണ്ണപ്പുറത്തേക്കോ മൂവാറ്റൂർ ദിശയിലേക്കുള്ള വാഹനങ്ങൾ ചാത്തമറ്റം വഴി കടന്നു പോകാവുന്നതാണ്. രാത്രി വഴിക്ക് വരുന്ന വാഹനങ്ങൾ ഗൂഗിൾ മാപ്പ് നോക്കാതെ നേരെ വണ്ണപ്പുറം എത്തിപ്പോവുക. കാരണം തലക്കോട് ഭാഗത്ത് ഒരു പക്ഷേ ആനയുടെ സാന്നിധ്യമോ വെള്ളത്തിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായേക്കാം. അതുകൊണ്ട് നിങ്ങൾ കാരണവശാലും ഗൂഗിൾ മാപ്പ് നോക്കി ആ ഭാഗം തിരഞ്ഞെടുക്കരുത്. രാത്രി സഞ്ചാരത്തിന് മാത്രമാണ് ആ വഴി പ്രശ്നമുള്ളൂ, അതുകൂടി ശ്രദ്ധിക്കുക. നിലവിൽ ഇടിഞ്ഞ ഭാഗത്തിന്റെ ഓപ്പോസിറ്റ് ഭാഗത്ത് ഇവിടെ ഇതുപോലെ തന്നെ ഇടിഞ്ഞിട്ടുണ്ട്. സംരക്ഷണ ഭിത്തി കെട്ടുവാനായി റോഡ് നവീകരണത്തിന്റെ ഭാഗമായി ഇവിടെ കുഴിച്ചതായിരുന്നു. മുകളിൽ നിന്നുള്ള ശക്തിയായ വെള്ളം വന്ന് ഈ ഒരു ഭാഗം ഫുള്ള് ഇടിഞ്ഞു പോയിരിക്കുകയാണ്. ഇതിന്റെ പകുതി സൈഡ് ഉണ്ടായിരുന്നുള്ള കഴിഞ്ഞ ദിവസം, ഇപ്പോൾ വീണ്ടും ഇടിഞ്ഞിട്ടുണ്ട്. വീണ്ടും ഈ വീപ്പുകളെല്ലാം കയറ്റി വെച്ചേക്കുന്നത്. ഇതുപോലെ വെള്ളം ഒഴുകി വന്ന് ഈ ഒരു ഭാഗത്തേക്ക് ശക്തിയായി എത്തിയതാണ് ഈ ഒരു ഇടിഞ്ഞു പോകാനായിട്ട് കാരണമായത്. അതുകൊണ്ട് തന്നെ കൃത്യമായി വെള്ളം പോകുവാനുള്ള സംവിധാനം ഒരുക്കാതെ ഈ റോഡ് ഒരിക്കലും നിലനിൽക്കില്ല. അതിനുള്ള കൃത്യമായ നടപടി സ്വീകരിക്കണമെന്നും കൂടി പ്രദേശവാസികൾ ഒറ്റക്കെട്ടായിട്ട് പറയുകയാണ്. ഈ ഒരു ഭാഗത്തുകൂടി ശക്തിയായി വെള്ളം താഴേക്ക് പതിച്ചു പോയതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. വണ്ണപ്പുറത്ത് പോകുമ്പോൾ ഉണ്ണീശപ്പള്ളിക്ക് സമീപം കലുങ്ക് നിർമ്മാണമാണ്. ശക്തമായ മഴയിൽ ഈ ഭാഗം ഫുൾ മൂടി പോകുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ വഴിക്ക് വരുന്നവർ ശ്രദ്ധിക്കുക. ഇത് വലിയൊരു കുഴി തന്നെയാണ്. ഈ ഭാഗങ്ങൾ ഫുൾ ഇടിഞ്ഞിട്ടുണ്ട്. വണ്ണപ്പുറം ചേലച്ചോട് റോഡിൽ കമ്പക്കാനം കള്ളിപ്പാറ ഭാഗത്ത് അപകട സാധ്യത മേഖലയാണ് ഈ നിങ്ങൾ ആകാശ ദൃശ്യത്തിൽ കാണുന്നത്. കുത്തനെയുള്ള കയറ്റവും ഹെയർപിൻ വളവുകളോട് കൂടിയൊരു പാത തന്നെയാണിത്. ലോ റേഞ്ചും ഹൈ റേഞ്ചും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ജനവാസ മേഖലയിൽ കൂടിയുള്ള ഒരു പാത തന്നെയാണിത്. അതുകൊണ്ട് തന്നെ മിനിറ്റിൽ നിരവധി വാഹനങ്ങളാണ് ഈ വഴി വന്നു പോകുന്നത്. ഇവിടെയാണ് ദൃശ്യങ്ങളിൽ കാണുന്ന രീതിയിലുള്ള ഭയാനകരമായ അപകട മേഖല പതിയിരിക്കുന്നത്. നിരന്തരമായി മഴവെള്ളപ്പാച്ചിൽ റോഡിൽ കൂടി തന്നെ ഒഴുകി ഈ ഒരു പ്രദേശത്തോടു കൂടി താഴേക്ക് പതിക്കുന്നത് തന്നെയാണ് ഈ ഒരു അപകടം കൂടുവാനായി, ഈ ഒരു മണ്ണിടിയാനായി കാരണമായതെന്നാണ് നാട്ടുകാരുടെ ആരോപണം. റോഡ് പണിക്കായി മണ്ണെടുത്ത ഭാഗത്തിൽ നിന്നും എത്രമാത്രം മണ്ണിടിഞ്ഞു പോയിട്ടുണ്ടെന്നും റോഡ് എത്രമാത്രം ഇടിഞ്ഞു പോയിട്ടുണ്ടെന്നും ഈ ചിത്രങ്ങളിൽ നിന്നും വ്യക്തമാണ്. ഈ കാണുന്ന വളവ് തിരിഞ്ഞു വരുന്ന വാഹനങ്ങൾ, ബസ്സുകൾ, ചരക്ക് ലോറികൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളും ഈ ഒരു സൈഡ് കൂട്ടി തിരിഞ്ഞാണ് പോകുന്നത്. എത്രമാത്രം വലിയൊരു അപകടമാണ് ഇതിൽ പതിയിരിക്കുന്നത്. ഈ ഒരു അപകട സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ വണ്ണപ്പുറത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ മുള്ളരിങ്ങാട് വഴി തിരിഞ്ഞു പോകാനും, ചേലച്ചൂടിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ വെൺമണിയിൽ നിന്നും തിരിഞ്ഞ് വണ്ണപ്പുറത്തേക്കോ മൂവാറ്റൂർ ദിശയിലേക്ക് പോകാവുന്നതാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഇതിനു മുകളിലുള്ള കയറ്റത്തിലും സമാനമായി ഇടിഞ്ഞിരുന്നു. അന്ന് സംരക്ഷണ ഭിത്തി നിർമ്മിക്കുന്നതിനോടൊപ്പം ഈ ഒരു ഭാഗത്തുകൂടി സംരക്ഷണ ഭിത്തി നിർമ്മിച്ചിരുന്നെങ്കിൽ ജനങ്ങളെ വലയ്ക്കുന്ന ഈ അവസ്ഥ ഉണ്ടാവില്ലായിരുന്നു. അതിവേഗം പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുന്ന വണ്ണപ്പുറം ചേലച്ചൂട് റോഡിൽ കൃത്യമായി മഴവെള്ളം പോകുവാനുള്ള ദിശയുണ്ടാക്കിയില്ലെങ്കിൽ
പലയിടത്തും ഇതുപോലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അധികാരികൾ പരിശോധിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സപ്പോർട്ട് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക.